ഹലോ ഗായ്സ്, നമ്മളിന്ന് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലെ വേസ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളൊരു മെത്തേഡ് പറയണം. കമ്പോസ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ ഈ കമ്പോസ്റ്റിങ്ങിന് എയറോബിക് കമ്പോസ്റ്റിംഗ്, അതായത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു പഴയ പാത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഇതുപോലത്തുള്ള വല്ല മെഷ് കമ്പോസ്റ്റർ വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വീട്ടിലെ വേസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിന് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു മോഡലാണ് ഞാൻ ഇവിടെ കാണിക്കാൻ. അതൊരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, വളരെ ഈസിയാണ്. ഒരു 3 സ്റ്റെപ്പുള്ളൂ. ഇത് ഇന്ന് കഴിച്ച കുറച്ച് ഫുഡ് വേസ്റ്റ് ആണ്. പിന്നെ കുറച്ച് ബനാന പീൽസും കുറച്ച് നാശായ പപ്പായ ഉണ്ട്. അതുപോലെ കുറച്ച് ഡ്രൈ ലീവ്സ് ഉണ്ട്. ഇത് ഓൾറെഡി കമ്പോസ്റ്റ് ആക്കിയ കമ്പോസ്റ്റാണ്. ഓക്കെ, നമുക്ക് ഈ ആയ കമ്പോസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഒരു മൈക്രോബ്സ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില കൊക്കോപീറ്റ്, റെഡിമെയ്ഡ് കൊക്കോപീറ്റ് കിട്ടും. ആ കൊക്കോപീറ്റ് കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഇത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച ഒരു കമ്പോസ്റ്റ് ബിന്നാണ്. അപ്പോൾ ഈ കമ്പോസ്റ്റ് ബിന്നിൽ ലെയറായിട്ട് നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഫുഡ് വേസ്റ്റ് എടുക്കുന്നു, പിന്നെ ഇതിൻ്റെ മേലിടുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡ്രൈ ലീവ്സ് കുറച്ച് പൊടിച്ച് കിട്ടുന്ന ഡ്രൈ ലീവ്സ് ആണെങ്കിൽ വളരെ ഈസിയാണ്. അതിൻ്റെ ടോപ്പിലിടുന്നു. ഓൾറെഡി ആയ കമ്പോസ്റ്റ് കുറച്ചിടുക. ഈ കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈക്രോബ്സ് ഓൾറെഡി ആയിട്ടുള്ള കൊക്കോപീറ്റ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ തൈര്, കട്ട തൈര് എടുത്തിട്ട് ലേശം കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി അതും ഇല്ലെങ്കിൽ പച്ച ചാണകം കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഇതിൻ്റെ മേലെ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താണ്. എന്നിട്ട് ജസ്റ്റ് അടക്കാം. അപ്പോൾ ഈ യൂണിറ്റിൽ നമുക്കറിയാലോ, ഇത് നമ്മളിവിടെ ഡിസൈൻ ചെയ്തതാണ്. ഇതിനൊരു ഡോർ ഉണ്ടാവും. ഈ ഡോറ് ആദ്യം ക്ലോസ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ മേലെ ഇടുക. ആയ കമ്പോസ്റ്റ് നമുക്ക് ഇവിടുന്ന് പതുക്കെ ഹാർവെസ്റ്റ് ചെയ്യാം. ഒരു 25 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പോസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇതെല്ലാം ആയ കമ്പോസ്റ്റാണ്. യാതൊരുവിധ സ്മെല്ലും ഉണ്ടാവില്ല. പിന്നെ ഭയങ്കര ഹെൽത്തി, നമ്മുടെ സോയിലിന് നന്നാക്കാൻ പറ്റിയ നല്ലൊരു മാനൂറാണ്. ഏത് ടൈപ്പ് ചെടിക്കും ഇടുക. നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതിനിടുക. വെജിറ്റബിൾ കൃഷിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണിത്. ഓക്കെ, ഒരു മണം ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഇത് ഞാൻ ഔട്ട്ഡോറാണ്. ഇതിന് പല ഇൻഡോർ സൊല്യൂഷൻസും ഉണ്ട്. അത് നിങ്ങൾക്ക് ഓൺലൈനൊക്കെ നോക്കിയാൽ കിട്ടും. ഇൻഡോറിലും വെക്കാൻ പറ്റിയ കമ്പോസ്റ്റ് ബിൻസ് ഉണ്ട്. ഇത് ഔട്ട്ഡോറാണ്. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്, മേലെ ഡയറക്റ്റ് വെള്ളം വീഴരുത്. അതുപോലെ തന്നെ ഡോഗ്സിൻ്റെ ഒക്കെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല സ്ട്രോങ് ആയിട്ട് അടച്ചു വെക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എപ്പോഴും കാണുന്നത് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈസിനെ കുറിച്ചിട്ടാണ് ആൾക്കാരുടെ പ്രശ്നം. പക്ഷെ നല്ല രീതിയിൽ ക്ലോസ് ചെയ്ത് വെച്ചാൽ ആ ഫ്ലൈസ് നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല. ഒന്നാമത് ആ ഫ്ലൈസ് നമുക്കോ എൻവയോൺമെൻറ്റിനോ ഒരു പ്രശ്നം ഉണ്ടാവുന്ന കാര്യമല്ല. ഇപ്പോൾ ഞാൻ കമ്പോസ്റ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ചിക്കൻ്റെ ബോണൊക്കെ ഉണ്ട്, ഇതിൽ ഫിഷ് വേസ്റ്റ് ഉണ്ട്, ചിക്കൻ നോൺ വെജ് ഐറ്റംസ് എല്ലാം ഉണ്ട്. തുടക്കക്കാരെടുത്ത എൻ്റെ റെക്കമെൻഡേഷൻസ് നിങ്ങളെ വെജിറ്റബിൾസിൻ്റെ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ പീൽസ് മാത്രം ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അത് ഈ മാനേജ് ചെയ്യാൻ ഒന്നും കൂടി ഈസിയാണ്. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. എത്രത്തോളം ഡ്രൈ ലീഫ് ഇടുന്നോ അത്രയും പെട്ടെന്ന് അതിലുള്ള മോയ്സ്ചർ ഇവർ അബ്സോർബ് ചെയ്യും, ഡ്രൈ ലീവ്സ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവും. 3 ലെയർ വളരെ ഈസി. ഫസ്റ്റ് നമ്മുടെ പീൽസ്, അതിൻ്റെ ടോപ്പിൽ നമ്മൾ ഡ്രൈ ലീവ്സ്, അതിൻ്റെ മേലെ ഓൾറെഡി ആയ കമ്പോസ്റ്റോ അല്ലെങ്കിൽ തൈര് ഇത്തിരി അല്ലെങ്കിൽ ചാണകം കലക്കിയത് ഇത്തിരി സ്പ്രിങ്കിൾ ചെയ്യാം. ഇത്ര സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് കമ്പോസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വെറ്റ് വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്താ, നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഈ അടുത്തുണ്ടായ ഒരു പ്രശ്നം, ലാൻഡ് ഫില്ലിന് ഏറ്റവും കൂടുതൽ ഈ വെറ്റ് വേസ്റ്റ് പോയിട്ടാണ് മീഥേൻ ഗ്യാസ് മേലേക്ക് പോകുന്നത്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വളം കിട്ടും. ഏതൊരു വീട്ടിലും നമ്മുടെ കോട്ടിയാടിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വളം നിർബന്ധമാണ്. നമ്മൾ പുറത്തുനിന്ന് സോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒരു വീട്ടിലെ ഒരു 3 ആൾക്കാർ കഴിക്കുന്ന ഫുഡ് വേസ്റ്റ് മാത്രം മതി. മനസ്സിലായില്ലേ? അപ്പോൾ അത് എന്ത് ചെയ്യുക, നമ്മൾ ലാൻഡ് ഫില്ല് ഒഴിവായി, നമുക്ക് വീട്ടിൽ കിട്ടുന്ന മാനുവർ കിട്ടി. വളരെ ഈസി ആയിട്ടുള്ളൊരു സൊല്യൂഷനായി. താങ്ക് യു.